സോ ഗൈസ് വെൽക്കം ബാക്ക് ഫ്രോങ്ങർ ഹിയർ. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചെങ്കിൽ നമ്മൾ പബ്ലിക് റൂം ഇട്ടപ്പോൾ നമ്മളൊരു മച്ചാനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച് വന്നപ്പോൾ മച്ചാൻ പറഞ്ഞു മച്ചാനൊരു കല്യാണ വീട് പോലൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് വെഡ്ഡിങ് ഹോമൊക്കെ പോലെ. നോർമലി ആൾ ചെയ്ത് വരുന്നേ ഉള്ളൂ, ഫുൾ ഫിനിഷ് ആയിട്ടില്ല. സോ അതൊന്ന് കാണാൻ വരുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും പോവാന്നുള്ളൊരു പ്ലാനിങ്ങിൽ അങ്ങോട്ട് പോകുന്നു. രാവിലെ റൂം കയറിയപ്പോഴാണ് ചെയ്തത്. അപ്പോൾ പിന്നെ പോവാന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സിറ്റിയിൽ തന്നെയാണ് സ്ഥലം വന്നിക്കണ്. ഇതാ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഹമ്പുണ്ട്. ഓ ഏത് സസ്പെൻഷൻ അല്ലേ! വണ്ടി തന്നെ നമ്മൾ ഇറക്കിയത്. സസ്പെൻഷനൊക്കെ അടിപൊളിയാണ്. നമ്മളിതങ്ങനെ പോയിട്ടുണ്ട്. നമ്മുടെ പമ്പിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. ഓ ഫൈനലി നമ്മളവിടെ എത്തി ഗൈസ്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ എവിടെയായിരുന്നു പാർക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. നമുക്ക് വണ്ടി ആദ്യം സൈഡിലോട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ ഫൈൻ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. സോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ മച്ചാനും വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. ആൾ ഉള്ളിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് പാർക്ക് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് എത്തി. കാരണം അകത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ കയറി ചെല്ലണതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ മച്ചാൻ്റെ നെയിം ബോർഡൊക്കെ ഉണ്ട്. കാസർഗോഡ് നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആളെന്നോട് പറഞ്ഞത് അതായത് മാരേജ് ഹോം എന്നുള്ള രീതിയിൽ ചെയ്ത് വരുന്നതേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുള്ളൂ. അതുപോലെ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ടിലാണെങ്കിലും വെൽക്കം ഡ്രിങ്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി റിന്യൂവേഷൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും, എന്നാലും ഒരു കാൽഭാഗം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ആൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മച്ചാൻ്റെ ഓഫീസ് നമുക്ക് നോക്കിയൊക്കെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളുണ്ട്. മറ്റേ സൈഡത്തെ അതിൻ്റെ ഇതിൻ്റെ കയറി വന്നിട്ടുണ്ട് അകത്തോട്ട് എഡ്ജ്. അതുപോലെ ഇതാണ് തോന്നുന്നു ആളുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അപ്പുറത്ത് ബസ്സിൻ്റെ ഗേരേജ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു കല്യാണ വീടൊക്കെ ആകുമ്പോൾ, കല്യാണ വീടല്ല വെഡ്ഡിങ് ഹോം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഗാരേജ് ഉണ്ടാവുമല്ലോ വണ്ടികളിടാനൊക്കെ ആയിട്ട്. അപ്പോൾ അപ്പുറത്തൊരു ഗാരേജും കാര്യങ്ങളും എന്നാണ് മച്ചാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് നോക്കി നോക്കാം. നമ്മളതങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അത്യാവശ്യം കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. വർക്കൊക്കെ കാര്യങ്ങളൊക്കെ രസമൊക്കെ ഉണ്ട്. ആൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ, വർക്കിൻ്റെ ഇതിലോട്ട് ബിൽഡ് ചെയ്ത് പഠിച്ച് വരുന്നേ ഉള്ളൂ. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഗാരേജിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ പുലിക്കുട്ടി കിടക്കുന്നുണ്ട് അവിടെ. ഏതാ ലുക്കില്ല ഗൈസ്, സീൻ സാധനം. അപ്പോൾ നമ്മുടെ ടീം കാസർഗോഡ് എന്ന് എഴുതിയിട്ട് വലിയൊരു കവാടൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ വർക്ക്. ബംഗാളികളൊക്കെ വന്നിട്ടുണ്ട്. ബംഗാളി നല്ല പണിയാണ്, 24 അവർ പണിയാന്ന് കേട്ട് മച്ചാൻ പറഞ്ഞിട്ട്. എനിക്കറിയില്ല. ആളെ സമയത്തേക്കൊക്കെ വണ്ടി കൊണ്ടുവരണമൊക്കെ ഉണ്ട്. പണി സമയത്ത് പിന്നെ വേറെ എങ്ങോട്ട് നോക്കണ പരിപാടിയൊന്നുമില്ല ബംഗാളികൾക്ക്. ആൾ മറ്റേ തമ്പാക്കൊക്കെ വെച്ചിട്ട് നൈസിലിരുന്ന് നല്ല പണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 മരങ്ങളൊക്കെ വെട്ടാനുണ്ട്. സോ അങ്ങനെ നമ്മൾ ഇത് പ്ലാനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് മച്ചാൻ ചിരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കി ഏകദേശം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ജസ്റ്റ് ആളെനിക്ക് വേണ്ടി കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഫുള്ളി വർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും. സോ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഫൈനലി ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ആൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്തായാലും ആ വീഡിയോ ഇത് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ലീവ് ചെയ്യാന്നുള്ളൊരു ഇതിലെത്തി. കാരണം വർക്ക് പകുതി ആയിട്ടുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തരാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ആളെന്നെ വിളിച്ചു. ഞാൻ വന്നു. അങ്ങനെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ടു. സോ ഫൈനലി എല്ലാം കഴിഞ്ഞിട്ട് അപ്ഡേഷനൊക്കെ കഴിഞ്ഞിട്ട് ആൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സമയത്ത് വരാം. അപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. DM-ൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നോക്കിയാൽ മതി. ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ലീവ് ചെയ്യാണ്. അപ്പോൾ മച്ചാനും ബാക്കിൽ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകാനുണ്ട്. അപ്പോൾ എന്തായാലും പോകാമെന്നുള്ളൊരു ഇതിലെത്തി. കാരണം കുറേ നേരം ഈ റൂമിൽ കയറിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്. ഇറ്റ്സ് മീ റോങ്. സ്റ്റേ ട്യൂൺഡ്. In another video. See you again.